എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മൂങ് ദൂളി 1 കപ്പ് അതെടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മൂങ് ദൂളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വറുത്ത് ഇനി ഇത് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വറുത്ത് വെച്ച മൂങ് ദൂളി കുക്കറിൽ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവാം. നമ്മുടെ പ്രോട്ടീസ് കുറച്ച് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പിഴിഞ്ഞെടുക്കാൻ പോവാം. ഇത് നമ്മുടെ പ്രോട്ടീസ് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് ഇതൊരു പാക്കറ്റ് മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി മാത്രമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്, പായസത്തിലേക്ക് എടുക്കുന്നത്. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ചെറുതായിട്ടൊന്ന് ഒരു ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്ത് വയ്ക്കും. ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച നമ്മുടെ പ്രോട്ടീസ്, നമ്മുടെ മൂങ് ദൂളി നമ്മളങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളി നമ്മളിനി അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഹെൽത്ത് ഗാർഡ് ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിലാണ്. നെയ്യല്ല, റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത പ്രോട്ടീസ് നമ്മൾ ഇടുകയാണ്. ഇതിലേക്ക് നമ്മുടെ മൂങ് ദൂളി വേവിച്ച് വെച്ചിരിക്കുന്ന മൂങ് ദൂളിയും കൂടി ഇടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ലേശം നമ്മുടെ സാൾട്ട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. ലേശം ഇതിലേക്ക് നമ്മൾ ശർക്കര ചേർക്കാൻ പോവുകയാണ്. ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങയില്ല, ഒരു മുക്കാ തേങ്ങ, അതിൻ്റെ 3/4 പാൽ നമ്മൾ ആദ്യം ഒഴിക്കും. ഇതിലേക്ക് നമ്മൾ 2/2 പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ മൂങ് ദൂളി പ്രോട്ടീസ് പായസം റെഡി. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക, പിന്നെ കശുവണ്ടി, മുന്തിരി ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണോ ചേർക്കേണ്ടത് അതെല്ലാം ചേർത്ത് കൊടുക്കാം. പായസം റെഡി. ഒരു 8 പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാം.